കാസർഗോഡ് വരെ മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ അട്ടിമറികൾ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അട്ടിമറി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന 50-50 എന്നൊന്നും പറയാത്ത ആ മണ്ഡലങ്ങൾ എന്താണ്? അങ്ങനെ അട്ടിമറികൾ നടക്കുന്ന മണ്ഡലങ്ങൾ കുറച്ച് മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറി നടന്നില്ലെങ്കിൽ UDF വരില്ല, അട്ടിമറി നടന്നില്ലെങ്കിൽ BJP വരത്തില്ല. അങ്ങനെ അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള കാസർഗോഡ് ടു തിരുവനന്തപുരം കുറേ മണ്ഡലങ്ങൾ, കുറേ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും കുറേ മണ്ഡലങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. കാസർഗോഡ് വലിയ അട്ടിമറി നടത്തി അശ്വനി BJP ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കണക്കുകൾ ഷാനവാസ് പദൂറും വോട്ട് പിടിച്ചാൽ INL CPMൻ്റെ ആളുകൾ, INLന് വേണ്ടി നിൽക്കുന്ന CPMകാരൻ വോട്ട്, അതായത് INLകാരൻ ഇടതുമുന്നണിക്കാരൻ വോട്ട് പിടിച്ചാൽ അവിടെ UDFൻ്റെ കാര്യം ബുദ്ധിമുട്ടാവും. വലിയൊരു അട്ടിമറി നടക്കും. എവിടെ? അശ്വനി ജയിച്ചാൽ അട്ടിമറി വിജയം നടക്കും. സുരേന്ദ്രൻ ജയിച്ചാൽ അത് അട്ടിമറി എന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെ നാമമാത്രമായ വോട്ടിനാണ് 2 പ്രാവശ്യം സുരേന്ദ്രൻ തോറ്റത്. അതൊരു അട്ടിമറി വിജയം എന്ന് പറയാൻ കഴിയും. കാരണം സുരേന്ദ്രൻ വലിയൊരു നേതാവുമാണ്, അപ്പോൾ BJPയുടെ സംസ്ഥാന മുൻ പ്രസിഡൻ്റൊക്കെയാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ ജയിച്ചാൽ വലിയ അട്ടിമറി എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ അശ്വനി ജയിച്ചാൽ അതൊരു അട്ടിമറിയാണ്. ബേപ്പൂരിൽ വരുമ്പോൾ പ്രകാശ് ബാബു ജയിച്ചാൽ, ജയിക്കുമെന്ന് അറിയില്ല. ബേപ്പൂരിൽ അൻവറും നിൽക്കുന്നത് പിന്നെ സുൽത്താനാണ്, മരുമോനാണ്, മുഹമ്മദ് റിയാസാണ്. അതുകൊണ്ട് അട്ടിമറി നടക്കും. പക്ഷേ ജയിച്ചാൽ അട്ടിമറിയാണത്. കോഴിക്കോട് നവ്യ ഹരിദാസ് ജയിച്ചാൽ അതൊരു അട്ടിമറിയായിരിക്കും. ജയിക്കുമെന്നറിയില്ല. അവർ കോഴിക്കോട് വലിയ ഒരു കൗൺസിലറൊക്കെയാണ്. അവർ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറാണ്. അട്ടിമറിച്ചത് CPMനെയാണ്. CPM മണ്ഡലത്തിലെ CPM വാർഡിനെ അട്ടിമറിച്ചാണ് അവർ കൗൺസിലറായത്. നവ്യ ഹരിദാസ്, അവർ തീർച്ചയായിട്ടും അട്ടിമറിയായിരിക്കും നടന്നാൽ. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ ജയിച്ചാൽ അത് അട്ടിമറിയായിരിക്കും. കാരണം ഫാത്തിമ തഹ്ലിയയുടെ മണ്ഡലമല്ല, അതവിടെ കേരള കോൺഗ്രസിൻ്റെയാണ്, ലീഗിൻ്റെ മണ്ഡലമല്ല. മറിച്ച് അവിടെ TP രാമകൃഷ്ണനാണ് മത്സരിക്കുന്നത്. പരമ്പരാഗതമായി വലിയ തോതിൽ പിന്നെ ഇടതുപക്ഷത്തിനും CPMനും വലിയ വേരുകളുള്ള മണ്ഡലമാണ് കുറ്റ്യാടിയും പേരാമ്പ്രയും ഒക്കെ. അപ്പോൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ ജയിച്ചാൽ അത് അട്ടിമറിയായിരിക്കും. അങ്ങനെ കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ പിന്നെ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ ജയിച്ചാൽ അട്ടിമറിയാണ്. പിന്നെ അവിടെ പിന്നെ തർക്കമില്ല, വലിയ അട്ടിമറി. ശ്യാമള തോറ്റ്, PK ശ്യാമള തോറ്റ് പോയാൽ, CPMൻ്റെ ശ്യാമള തോറ്റാൽ വലിയ അട്ടിമറിയാണ്. പയ്യന്നൂരിൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ ജയിച്ചാലും അട്ടിമറിയാണ്, വലിയ അട്ടിമറിയാണ്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിച്ചാൽ അട്ടിമറിയാണ്. കാരണം അതെല്ലാം പരമ്പരാഗത മണ്ഡലങ്ങളാണ്, CPMൻ്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ്. അവിടെ സന്ദീപ് വാര്യർ ജയിച്ചാൽ അതും പാലക്കാട് നിന്ന് സന്ദീപ് വാര്യർ കണ്ണൂർ പോയി, വലിയ അട്ടിമറിയാണ്. അപ്പോൾ കണ്ണൂർ ഈ സാധനങ്ങളിലൊക്കെ വരുന്നു. വയനാട് മന്ത്രി TR കേളുവിൻ്റെ ഒരു അട്ടിമറി കാണുന്നുണ്ട് അവിടെ. അത് ചെറിയ അട്ടിമറിയാണ്, വലിയ അട്ടിമറിയല്ല. കാരണം UDFനും കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ. അതുകൊണ്ടൊരു ചെറിയ അട്ടിമറി എന്ന് പറയാം. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അങ്ങനെ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതിന് പകരം NMR റസാഖ് ജയിച്ചാൽ വലിയ അട്ടിമറിയായിരിക്കും. കാര്യം രണ്ടുപേരെയും മറിച്ചുകൊണ്ട് ജയിക്കുന്നു. ശോഭാ സുരേന്ദ്രനെയും പിഷാരടിയെ മറിച്ചുകൊണ്ട് വലിയ അട്ടിമറിയായിരിക്കും NMR റസാഖ് ജയിച്ചാൽ. ഈ അട്ടിമറി കാൻഡിഡേറ്റാണ് പറഞ്ഞത്. ജയിക്കുമോ നോക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് മണലൂർ വന്നു കഴിഞ്ഞാൽ അനീഷ് ജയിച്ചാൽ വലിയൊരു അട്ടിമറിയായിരിക്കും. തൃശ്ശൂരിൽ പിന്നെ നമ്മുടെ ജയിച്ചാൽ, പത്മജ വേണുഗോപാൽ ജയിച്ചാൽ അതൊരു അട്ടിമറിയായിരിക്കും. അങ്ങനെ വീണ്ടും താഴേക്ക് വന്നാൽ എറണാകുളം രാജീവ് തോറ്റുപോയാൽ അതൊരു അട്ടിമറിയായിരിക്കും. തൃപ്പൂണിത്തുറയിൽ 2020 അഞ്ജലി നായർ ജയിച്ചാൽ അത് വലിയൊരു അട്ടിമറിയായിരിക്കും. 25 വയസ്സുകാരിയായ ആതിര ജയിച്ചാൽ വലിയൊരു BJPയുടെ ആതിര, അതായത് 2020 ആണ്, അവർ ജയിച്ചാലും വലിയ അട്ടിമറിയായിരിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളമൊക്കെ വന്ന് കോട്ടയത്ത് വന്ന് ഷോൺ ജോർജ് ജയിച്ചാൽ അതൊരു വലിയ അട്ടിമറിയായിരിക്കും. PC ജോർജ് ജയിച്ചാൽ അട്ടിമറിയല്ല, കാരണം അദ്ദേഹം അവിടെ നേരത്തെ MLA ഒക്കെ ആയിരുന്ന ആളാണ്. ഷോൺ ജോർജ് ജയിച്ചാൽ അതൊരു വലിയ അട്ടിമറിയായിരിക്കും. തിരുവല്ലയിൽ അനൂപ് ആൻ്റണി ജയിച്ചാൽ വലിയ അട്ടിമറിയായിരിക്കും. കാരണം അവിടെ അത്ര എളുപ്പമല്ല മാത്യു തോമസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത്. വളരെ ബാലികേറ മലയാണ്, ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് തോൽപ്പിച്ചാൽ അനൂപ് ആൻ്റണി ഒരു അട്ടിമറി വിജയത്തിലൂടെ ആയിരിക്കും ജയിക്കുന്നത്. അങ്ങനെ തിരുവല്ലയെല്ലാം കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് ആലപ്പുഴയിൽ വന്നാൽ G സുധാകരൻ ജയിക്കുകയാണെങ്കിൽ ഒരു അട്ടിമറി വിജയമായിരിക്കും നടക്കുന്നത്. വലിയ അട്ടിമറിയായിരിക്കും അവിടെ നടക്കുന്നത്. G സുധാകരൻ ജയിക്കും എന്നാണ് കേൾക്കുന്നത്. BJPക്കാരുടെ വരെ വോട്ട് കിട്ടുമെന്നും കിട്ടിയെന്നുമൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും അവിടെ G സുധാകരൻ ജയിച്ചാൽ CPMനകത്ത് നടക്കുന്ന H സലാമിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു അട്ടിമറിയായിരിക്കും.
ഇനി ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് കയറിയാൽ അഫിൻ വർഗി അവിടത്തുകാരനല്ല, അവിടെ വന്ന് നിന്ന് ജയിച്ചാൽ വലിയ അട്ടിമറിയാണ്. കുമ്മനം രാജശേഖരൻ ജയിച്ചാൽ വളരെ വലിയ അട്ടിമറിയായിട്ട് ആറന്മുള മാറും. അതുപോലെ തന്നെ കൊല്ലത്തേക്ക് വന്നാൽ വിഷ്ണുനാഥ് തോറ്റുപോയാൽ അവിടെ നിൽക്കുന്ന ആൾ ജയിച്ചാൽ അത് വലിയ അട്ടിമറിയായിരിക്കും. അതുപോലെ ഷിബു ബേബിജാൻ വീണ്ടും തോറ്റുപോവുകയാണെങ്കിൽ അത് അട്ടിമറിയായിരിക്കും. നൗഷാദ് ഇരവിപുരത്ത് തോറ്റുപോവുകയാണെങ്കിൽ അത് വിഷ്ണുമോഹൻ എന്ന് പറയുന്ന RSPയുടെ ചെറുപ്പക്കാരൻ ജയിക്കുകയാണെങ്കിൽ അതൊരു അട്ടിമറിയായിരിക്കും. ചാത്തന്നൂരിൽ ഗോപൻ ജയിക്കുകയാണെങ്കിൽ, BJPയുടെ ഗോപൻ ജയിക്കുകയാണെങ്കിൽ, ഗോപകുമാർ ജയിക്കുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയായിരിക്കും. അങ്ങനെ കൊല്ലത്തും കുറേ അട്ടിമറികൾ നടക്കാം. അതേസമയം കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് അട്ടിമറിയല്ല, അത് അങ്ങ് ജയിച്ചു പോകും. അതേസമയം അവിടെ പ്രതാപൻ ഡോക്ടർ ജയിക്കുകയാണെങ്കിൽ അത് അട്ടിമറിയാണെന്ന് പറയാൻ പറ്റും. ഡോക്ടർ N പ്രതാപൻ ജയിക്കുകയാണെങ്കിൽ, ഈ മറ്റേ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൻ്റെ MD ആയിട്ടുള്ള പ്രതാപൻ ജയിക്കുകയാണെങ്കിൽ അത് അട്ടിമറിയായിരിക്കും. ഇങ്ങനെ വന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് അറിയാൽ വാമനപുരത്ത് സുധീർ ഷാ UDFൻ്റെ ജയിച്ചാൽ വൻ അട്ടിമറിയായിരിക്കും. വർക്കലയിൽ കഹാർ ജയിച്ചാൽ അട്ടിമറിയായിരിക്കും. രമ്യ ഹരിദാസ് പാലക്കാട് നിന്ന് വന്ന് ചെറിയം കഴിഞ്ഞ് നിന്ന് ജയിച്ചാൽ അട്ടിമറിയായിരിക്കും. സുധീർ BJPയുടെ സുധീർ ആറ്റിങ്ങൽ ജയിച്ചാൽ അട്ടിമറിയായിരിക്കും. കഴക്കൂട്ടം മുരളീധരൻ ജയിച്ചാൽ അട്ടിമറി എന്ന് പറയാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു മത്സരമല്ല അവിടെ നടക്കുന്നത്. അതേസമയം നെടുമങ്ങാട് മീനാങ്കൽ കുമാർ ജയിച്ചാൽ അത് വലിയൊരു അട്ടിമറിയായിരിക്കും. ഗോകുൽ രാജ് ജയിച്ചാലും വലിയ അട്ടിമറിയായിരിക്കും നെടുമങ്ങാട് നടക്കുന്നത്. കാട്ടാക്കടയിൽ VH ശിവകുമാർ ജയിച്ചാൽ അത് അട്ടിമറി എന്ന് പറയാൻ കഴിയില്ല, വേണമെങ്കിൽ ഒരു ചെറിയ അട്ടിമറി എന്ന് പറയാം, അല്ല വലിയ അട്ടിമറി പറയാൻ കഴിയത്തില്ല. അരുവിക്കരയിൽ കാട്ടാക്കടയിൽ MR ബൈജുവോ PK കൃഷ്ണദാസോ ജയിച്ചാൽ വലിയ അട്ടിമറിയാണ്. കൃഷ്ണദാസ് ജയിച്ചാൽ ഹിമാലയൻ അട്ടിമറിയാണ്, MR ബൈജു ജയിച്ചാലും അട്ടിമറിയാണ്. ശക്തൻ ജയിച്ചാൽ അപ്പുറത്ത് അട്ടിമറിയാണ് നെയ്യാറ്റിൻകരയിൽ. ഹരീന്ദ്രനാഥ് തോറ്റുപോയാൽ പാറശാലയിൽ ഒരു അട്ടിമറി നടക്കും. വിൻസെൻ്റ് കോവളത്ത് ജയിക്കും എന്നാണ് വിൻസെൻ്റിൻ്റെയും കൂട്ടരുടെയും പറയുന്നത്. വിൻസെൻ്റ് മന്ത്രി വരെ, ഗതാഗത മന്ത്രി ആവുമെന്ന് വരെ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളല്ല, ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഫഗത് ജയിക്കുകയാണെങ്കിൽ അതും ഒരു അട്ടിമറിയായിരിക്കും. അങ്ങനെ കേരളത്തിൽ കോവളം മുതൽ നെയ്യാറ്റിൻകര മുതൽ കാട്ടാക്കട മുതൽ അരുവിക്കര മുതൽ ആറ്റിങ്ങൽ മുതൽ ചിറയൻകീഴ് മുതൽ ഇങ്ങനെ തുടങ്ങി കാസർഗോഡ് വരെ എത്തുമ്പോൾ BJP എത്ര സീറ്റ് അട്ടിമറിക്കും, കോൺഗ്രസ് എത്ര അട്ടിമറിക്കും, CPM ഏതെങ്കിലുമൊക്കെ സീറ്റിൽ അട്ടിമറിക്കും. ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു CPM അട്ടിമറി കാണുന്നില്ല. CPM അട്ടിമറിക്കണമെങ്കിൽ അവർ സതീശനെയോ അല്ലെങ്കിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെയോ അല്ലെങ്കിൽ അനിൽകുമാർ ജയിച്ചുകൊണ്ട് എവിടെ നമ്മുടെ കോട്ടയത്തോ അങ്ങനെ വളരെ പ്രമുഖരായ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കണം. ഇന്ന് അതിനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണ്.